തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ സന്ദീപ് വാര്യർ വന്നിറങ്ങിയതിന്റെ ആവേശത്തിലാണ് പ്രവർത്തകർ. എങ്ങനെ നോക്കിക്കാണുന്നത്? ഈ റെയിൽവേ സ്റ്റേഷനിൽ വലിയൊരു സ്വീകരണമാണല്ലോ താങ്കൾക്ക് ഇപ്പോൾ ലഭിച്ചത്. തീർച്ചയായിട്ടും ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹമാണ് തൃക്കരിപ്പൂരിലേത്. കഴിഞ്ഞ 5-6 പതിറ്റാണ്ട് കാലത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു അടിമത്തം, അതല്ലെങ്കിൽ വലിയ തോതിൽ അടിച്ചമർത്തലുകൾ നേരിട്ട ഒരു സമൂഹമാണ്. അവരൊരു മോചനം ആഗ്രഹിക്കുന്നുണ്ട്. വികസനത്തിൻ്റെ, സമന്വയത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, മതവിദ്വേഷമോ മറ്റ് വിദ്വേഷമോ ഇല്ലാത്ത, വിഭാഗീയതയില്ലാത്ത ഒരു നല്ല നാളേക്ക് തൃക്കരിപ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൈവിധ്യത്തിനെയും അതുപോലെ തന്നെ സാംസ്കാരിക സമ്പന്നതയുടെയും ഒക്കെ പ്രതീകമായിട്ടുള്ള കാസർഗോഡിൻ്റെ മണ്ണ്, പ്രത്യേകിച്ച് തൃക്കരിപ്പൂരിൻ്റെ മണ്ണ് ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ തിരഞ്ഞെടുക്കുമെന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുള്ള നല്ല സ്വീകരണം. എങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ആവേശജലമായ ഒരു സ്വീകരണമാണ് താങ്കൾക്ക് ലഭിച്ചത്. എന്നാൽ ഈ മണ്ഡലത്തിൻ്റെ നമ്മളൊരു തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമല്ലോ. ആ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നാളിതുവരെ ഈ മണ്ഡലം രൂപപ്പെട്ട കാലം മുതൽ ഇവിടെ CPM-ന്റെ പ്രമുഖ നേതാക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ മുൻ മുഖ്യമന്ത്രി EK നായനാർ അടക്കമുള്ള പ്രമുഖരെ നിയമസഭയിൽ എത്തിച്ചൊരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിലേക്ക് താങ്കൾ കടന്നു വരുമ്പോൾ എന്തൊരു ടാക്ടിക്സ് ആയിരിക്കും താങ്കൾ പ്രയോഗിക്കുക? പ്രത്യേകിച്ച് പാർട്ടി ഗ്രാമങ്ങൾ, കയ്യൂർ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏറെ ഉള്ള സ്ഥലങ്ങളുള്ള ഒരു മണ്ഡല പശ്ചാത്തലമാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയും വോട്ടും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഏറ്റവും കടുത്ത ഇടതുപക്ഷ അനുഭാവി പോലും പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണം. അധികാരപ്രമത്തതയുടെ, ധാർഷ്ട്യത്തിൻ്റെ, ധിക്കാരത്തിൻ്റെ ഒക്കെ പ്രതീകമായി മാറിയിട്ടുള്ള ഒരു സർക്കാരും അതിന് നേതൃത്വം നൽകുന്ന ആളുകളും പുറത്തു പോകേണ്ടത് തങ്ങളുടെ കൂടി ആവശ്യമാണെന്ന് കരുതുന്ന ഒരുപാട് നല്ല ഇടതുപക്ഷക്കാരുള്ള പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ സമസ്ത വിഭാഗം ജനങ്ങളെയും പിന്തുണ എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ട്. മറ്റൊന്ന്, അങ്ങ് ചോദിച്ചതുപോലെ ഇത് ചരിത്രം അതാണെന്ന് പറഞ്ഞു. ചരിത്രം ഓരോ വർഷങ്ങൾ കഴിയുന്തോറും പുതിയ ചരിത്രങ്ങൾ അവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പുതിയ ചരിത്ര രചന ഐക്യജനാധിപത്യ മുന്നണി നടത്താൻ പോവുകയാണ്. അങ്ങനെ പൊളിഞ്ഞു വീഴാത്ത കോട്ടകളൊന്നുമില്ല. ഇത് ജനാധിപത്യമാണല്ലോ. ജനാധിപത്യത്തിൻ്റെ നല്ല ശ്വാസവായു നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം കോട്ടയാണ്, കൊത്തളമാണെന്നൊന്നും അങ്ങനെ ഈ രാജ്യത്ത് ഒരു പ്രദേശത്തെയും അങ്ങനെ അടയാളപ്പെടുത്താൻ പാടില്ല. നല്ല ജനാധിപത്യത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വേണം. നല്ല ജനാധിപത്യത്തിന് എല്ലാ ആശയങ്ങളും വേണം, ആശയ സംവാദങ്ങളും വേണം. എന്താണ് താങ്കൾ ഇത് തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന പ്രധാന വികസന വാഗ്ദാനം, ഒരു പ്ലാൻ എന്ന രീതിയിൽ? കാരണം ഇത് അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എന്തായിരിക്കും താങ്കൾ പ്രാമുഖ്യം നൽകുന്നത്? നിങ്ങളിവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് തൊട്ടപ്പുറത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതിന് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. ഇവിടുത്തെ എത്രയോ കാലമായിട്ട് അവിടുത്തെ നമ്മുടെ ഈ റെയിൽവേ ക്രോസ് അത് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പ്രപ്പോസലായിട്ടോ അത് പൂർത്തീകരിക്കാനോ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അതിൽ ഇടപെടൽ നടത്താൻ എനിക്ക് സാധിക്കും, കൃത്യമായിട്ട് ഇടപെടൽ നടത്താൻ സാധിക്കും. ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കേരളത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനുകളൊന്നും ഇവിടെ നിർത്തുന്നില്ല. നമുക്ക് ട്രെയിനുകൾ ഇവിടെ നിർത്തേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം നമുക്ക് നടത്താൻ സാധിക്കും. അതോടൊപ്പം ഇവിടെ കായിക മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു നാടാണ് തൃക്കരിപ്പൂർ, പ്രത്യേകിച്ച് ഫുട്ബോൾ അടക്കമുള്ളത്. ഞാൻ മെസ്സിയെ കൊണ്ടുവരുന്ന വാഗ്ദാനം കൊടുത്ത് ഇവിടെ ജനങ്ങളെ പറ്റിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, തൃക്കരിപ്പൂരിലെ യുവാക്കൾക്ക് നല്ല സ്പോർട്സ് ഫെസിലിറ്റി, കായികപരമായിട്ടുള്ള അവരുടെ കഴിവുകൾ തേച്ചു മിനുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്പോർട്സ് ഫെസിലിറ്റി, അത്തരമൊരു സെൻറ്റർ തൃക്കരിപ്പൂരിൽ ആരംഭിക്കും. മറ്റൊന്ന്, സ്റ്റാർട്ടപ്പുകൾ അടക്കമുള്ള വിഷയങ്ങൾക്ക്. ഇപ്പോൾ തൃക്കരിപ്പൂരിലെ ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. നല്ല ചിന്തകൾ, നല്ല തലച്ചോറുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പം അത്തരം ആളുകൾക്ക് വളർന്നു വരാൻ സഹായകമായിട്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, ആ സ്റ്റാർട്ടപ്പ്സ് ഒരു എക്കോസിസ്റ്റം നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഒരു IT പാർക്ക് വിഭാവനം ചെയ്തൊരു കാലം എത്രയായി. ആ IT പാർക്ക് അതിനിട്ട് ശിലാഫലകം ഇടിഞ്ഞു വീണു, അതിൻ്റെ ഗേറ്റുകൾ ഇടിഞ്ഞു വീണു, അതിൻ്റെ ചുവരുകൾ ഇടിഞ്ഞു വീണു. അതിപ്പോൾ മറ്റൊരു തരത്തിൽ കിൻഫ്രയുടെ പാർക്കാക്കി മാറ്റുമെന്ന് പറയുന്നു. അതെപ്പോഴാണ് അവർക്ക് ബുദ്ധി ഉദിച്ചത്? ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 2 മാസം മുമ്പാണ് ഇത് സംബന്ധിച്ച് ആളുകൾ ചോദ്യം ഉന്നയിക്കുമെന്നല്ലോ എന്ന് ഭയന്നിട്ടാണ് ഇപ്പോൾ പുതിയ അനുമതി കിട്ടിയെന്നൊക്കെ പറയുന്നത്. എത്ര വർഷമായി അത്? നോക്കൂ, IT എന്ന് പറയുന്നത് ലോകം മുഴുവൻ IT-യുടെ ബൂം നടക്കുന്ന കാലത്ത് വിഭാവനം ചെയ്തൊരു IT പാർക്ക് പോലും കൊണ്ടുവരാൻ കഴിയാത്തവരായിരുന്നു ഇവിടുത്തെ ജനപ്രതിനിധികൾ. അങ്ങനെയുള്ള കാര്യങ്ങൾ വിഭാവനം ചെയ്യാനും നടപ്പാക്കാനും ഇച്ഛാശക്തിയുള്ള ഒരു ഭരണ നേതൃത്വം ഇവിടെ കേരളത്തിൽ വരാൻ പോവുകയാണ്. UDF-ന്റെ ഭരണം. എങ്ങനെയാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണം പ്ലാൻ ചെയ്യുന്നത്? ഇന്നിപ്പോൾ വന്നിറങ്ങി, ഇപ്പോൾ ആദ്യ റോഡ് ഷോ ഗംഭീരമായി. എങ്ങനെയായിരിക്കും നാളെ മുതൽ? ഇന്ന് പോകുന്നുണ്ടോ? അല്ലല്ല, ഞാൻ ഇനി ഇവിടെ തന്നെയുണ്ട്. അങ്ങനെയല്ല, ഇന്ന് ഇപ്പോൾ പര്യടനത്തിനായി പല ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഞാൻ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്ര ദർശനമുണ്ട്, കുറച്ച് ആളുകളെ കാണാനുണ്ട്. പിന്നെ എൻ്റെ പാർട്ടിയുടെ മുന്നണിയുടെ നേതാക്കന്മാരുടെ കൂടെ ഒരല്പം ഈ ഭാവി അടുത്ത ദിവസങ്ങൾ സംബന്ധിച്ച ചില ചർച്ചകളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകും. നാളെ രാവിലെ 7 മണിക്ക് ചീമേനി രക്തസാക്ഷി മണ്ഡപത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയ ശേഷമായിരിക്കും പ്രചരണം ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത്.
എന്തായാലും സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ വലിയ ആവേശത്തിരളക്കം സൃഷ്ടിച്ചുകൊണ്ട് തൃക്കരിപ്പൂരിൽ വന്നിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം തന്റെ പ്രചരണത്തിന് തുടക്കം കുറിച്ചു. വികസന കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം പങ്കുവച്ചു. വലിയ പ്രതീക്ഷയിലാണ് കോൺഗ്രസ് UDF പ്രവർത്തകർ. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമയ്ക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.